നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ 208 സീറ്റുകളെ പറ്റിയുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിയത്. അതിനെപ്പറ്റിയുള്ള നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു. അതായത് ബി.ജെ.പിക്ക് ഏറ്റവും നിർണായകമായ 5 സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് 208 സീറ്റുകളാണ് മൊത്തത്തിലുള്ളത്. അതിൽ ഏകദേശം 170ഓളം സീറ്റുകൾ ബി.ജെ.പി നേടുമെന്നാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കേണ്ടത് 335 സീറ്റുകളിലെ കണക്കുകളാണ്. അതായത് ബി.ജെ.പിക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളും അത് അവരെങ്ങനെ മേക്കപ്പ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ ആദ്യമായി നമുക്ക് വെസ്റ്റ് ബംഗാൾ, അതായത് ബി.ജെ.പിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു വേവുള്ള, അതായത് ഒരു തരംഗം അലയടിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടുത്തെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്താണ് മമതയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടനം മമതയ്ക്ക് ആവർത്തിക്കാൻ കഴിയുമോ, അതോ ബി.ജെ.പി കൂടുതൽ മുന്നോട്ട് പോകുമോ? എന്തായാലും ബി.ജെ.പിക്ക് അനുകൂലമായിട്ടൊരു വേവ് ഉണ്ട്. അതിപ്പം പ്രചരണത്തിലൊക്കെ വളരെ എവിഡൻ്റ് ആണ്. ഇടക്കാലത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചെറിയൊരു ഇതിലേക്ക് ബി.ജെ.പി പോയിരുന്നു. കുറച്ചൊന്ന് ശാന്തമായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ വീണ്ടും വളരെ ആക്റ്റീവായിട്ടുണ്ട്. മോദിയുടെ ഒരു ലഹർ അവിടെ ശരിക്കും ആഞ്ഞടിക്കുന്നുണ്ട്. പ്രത്യേകം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ലല്ലോ ലോക്സഭ. അതിൻ്റെ ഒരു മാറ്റം എന്തായാലും ബംഗാളിലുണ്ടാവും. അതെ, മമതയ്ക്ക് ആ അഡ്വാൻറ്റേജ് ഇല്ല. ലോക്കൽ അഡ്വാൻറ്റേജ്, ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ബി.ജെ.പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര ഒരു മികച്ച ലീഡർ മമതയ്ക്ക് ഒപ്പമുള്ള ഒരു ലീഡറെ പ്രൊജക്ട് ചെയ്യാൻ കഴിഞ്ഞവണ പറ്റില്ല. പക്ഷേ ലോക്സഭ വരുമ്പോൾ സിറ്റുവേഷൻ അങ്ങനെയല്ല. മോദി തന്നെയാണ് അവിടെ ഫാക്ടറായിട്ട് വരുന്നത്. പിന്നെ അവിടെ നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാലോ സന്ദേശ് ഗലി വിഷയം, അതിനുശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ ഇവരുടെ അഴിമതി, TMCയുടെ വ്യാപകമായുള്ള അഴിമതി, പിന്നെ അക്രമം. ശരിക്കും മടുത്തിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങളെല്ലാം നല്ലൊരു ശതമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വിംഗ് വോട്ട് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് ഉണ്ടാവും തന്നെയാണ് ഒരുവിധം പോൾ സ്റ്റേഴ്സൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ആ രീതിയിലുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് തന്നെ നമുക്ക് വിവിധ റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ 18 സീറ്റാണ് നേടിയത്. അത് വലിയൊരു കുതിച്ചുചാട്ടായിരുന്നു ബി.ജെ.പിയെ സംബന്ധിച്ച്, ബംഗാൾ പോലത്തെ ഒരു ഭൂമികയിൽ. പക്ഷേ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. അത് എത്ര സീറ്റ് എന്നുള്ളതാണ്. കാരണം ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് നല്ല വേവ് ഉണ്ട്. ആ വേവ് എത്രത്തോളം റിസൾട്ടായിട്ട്, സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും 22-23 സീറ്റെങ്കിലും ഇത്തവണ ബി.ജെ.പി ഏറ്റവും ചുരുങ്ങിയത് പിടിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു അനാലിസിസ്. അതായത് 42 സീറ്റുകളിൽ ഏകദേശം 22 മുതൽ 25 വരെ സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിച്ചേക്കാം. നമുക്ക് തൽക്കാലം 22 സീറ്റുകൾ ഒതുക്കാം പശ്ചിമ ബംഗാളിൽ. അങ്ങനെ എനിക്ക് തോന്നുന്ന മറ്റുള്ളിടങ്ങളിൽ നഷ്ടമാകുന്ന ചില സീറ്റുകളിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു നേട്ടം ബംഗാളിൽ നേടാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. കാര്യം ആ അവസ്ഥയിലാണ് അവിടുത്തെ വോട്ടിംഗ് ശതമാനവും നല്ല വോട്ടിംഗ് ആയിരുന്നു. ശരിക്കും ഒരു ട്രെൻഡ് കാണിക്കുന്ന വോട്ടിംഗ് ആണ്. ഒരു ആന്റി ഇൻകംബൻസി സംസ്ഥാന സർക്കാരിനെതിരെ. അതെ, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ തരംഗം, ഒരു തരംഗം അവിടെ ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, മോദിയുടെ ലാസ്റ്റ് റാലിയിൽ ഉൾപ്പെടെ, ഇപ്പോൾ ലാസ്റ്റ് ഇനിയും കുറച്ച് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അവിടെ ലാസ്റ്റ് ഫേസിൽ അപ്പം വലിയ ജനക്കൂട്ടാണ്. അതുമാത്രമല്ല, വേവ് ശരിക്കും നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതെ. ഇനി മറ്റ് 2 സംസ്ഥാനങ്ങൾ, ബീഹാറും ഒഡീഷയും. എന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥ? ബീഹാറിൽ നിതീഷ് കുമാർ അപ്പുറത്തായിരുന്നു. ആദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDAക്കൊപ്പമായിരുന്നു. അത് കഴിഞ്ഞ് നിതീഷ് അപ്പുറത്ത് പോയി. വീണ്ടും നിതീഷ് NDAക്കൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യ സഖ്യം തുടങ്ങാൻ മുന്നിട്ട് നിന്ന നേതാവായിരുന്നു ഒരു പരിധി വരെ. അതെ. സ്ഥാപകൻ ഇപ്പോൾ വീണ്ടും NDA സഖ്യത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ബീഹാറിൽ എങ്ങനെയായിരിക്കും സീറ്റ് നില ഉണ്ടാവുക? ബീഹാറിൽ കഴിഞ്ഞ തവണ NDAക്ക് 40-ൽ 39 സീറ്റും നേടാൻ സാധിച്ചു. ഇവർ രണ്ടുപേരും കൂടെ, ബി.ജെ.പിയും JDയും പിന്നെ LJPയും ഉണ്ടായിരുന്നു. ഇത്തവണയും അതേ സഖ്യം തന്നെയാണ്. അപ്പോൾ അതിൽ ബി.ജെ.പി 17 സീറ്റാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. 17-ൽ മത്സരിച്ചു, 17-ലും ജയിച്ചു. 16 സീറ്റിൽ ഇവർ ജയിച്ചു, JDU ജയിച്ചു. ബാക്കി LJPയും കക്ഷികളുമായിരുന്നു. അപ്പോൾ ഇത്തവണ ബി.ജെ.പി 17 സീറ്റിൽ തന്നെയാണ് മത്സരിക്കുന്നത് ബീഹാറിൽ. ബി.ജെ.പി 17 സീറ്റിലും വിജയിക്കുന്നതാണ് പൊതുവെയുള്ള ഒരു അനാലിസിസ്. കാരണം ആ രീതിയിൽ ബി.ജെ.പി വളരെ സ്ട്രോങ് ആയുള്ള സീറ്റുകളിലൊക്കെയാണ് മത്സരിക്കുന്നത്. അതുമാത്രമല്ല, ബീഹാറിലും ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഒരു ഫാക്ടർ വളരെ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് ഫ്രീ റേഷൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, മറ്റ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്, വലിയ രീതിയിൽ തന്നെ മോദിയുടെ പേരിൽ തന്നെയുള്ള സോഷ്യൽ വെൽഫെയർ മെഷേഴ്സാണ്. അപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം മോദിയാണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെ പോലെയല്ല ബീഹാറിലൊക്കെ. കേരളത്തിൽ അറിയാലോ ഈ സിറ്റുവേഷൻ, ഇവിടുത്തെ കേന്ദ്ര പദ്ധതികളെല്ലാം. പക്ഷെ അവിടെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ ബി.ജെ.പി വിജയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. മാത്രമല്ല, ഇടയ്ക്കൊരു എനിക്ക് തോന്നുന്ന ഏതോ ഒരു ന്യൂസ് ചാനൽ അവിടെ ചെന്ന സമയത്ത് ബീഹാറിൽ നിന്നുള്ള മലയാളികളുടെ പ്രതികരണം എനിക്ക് തോന്നുന്നു പോസിറ്റീവായി, അതെ, NDAക്ക് അനുകൂലമായിരുന്നു പ്രതികരണം. അവർ തന്നെയാണ് ജയിക്കാൻ സാധ്യതയെന്ന്, നരേന്ദ്രമോദി തന്നെ വരും എന്നുള്ള രീതിയിൽ അവിടെ
മലയാളികൾ സ്ത്രീകൾ ഉൾപ്പെടെ അതെ, സ്ത്രീകൾ ക്രൈം റേറ്റ് എല്ലാം അതെ. നല്ല രീതിയിൽ ഉത്തർപ്രദേശ് പോലെ തന്നെ ബീഹാറിലും മാറ്റമുണ്ട്. മാറ്റേണ്ടത് എന്ന് പറയുന്നൊരു വീഡിയോ കണ്ടിരുന്നു. ഇന്ത്യ സഖ്യത്തിന് വലിയ ഒരു മുന്നേറ്റം ബീഹാറിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്നൊരു കണക്കൂട്ടലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോദി ഫാക്ടർ പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ NDA തന്നെ മുന്നേറുമെന്നുള്ള രീതിയിലാണ് ഒരു കാര്യങ്ങൾ. നഷ്ടം വരികയാണെങ്കിൽ അത് JDU JDU-വിനായിരിക്കും. അല്ലെങ്കിൽ LJP ആയിരിക്കും. BJP യെ ബാധിക്കില്ല. BJP 17 ഇത്തവണയും വിജയിക്കും എന്നുള്ള അതെ. ഒരു അനാലിസിസ് ആണ് പൊതുവേ ഉള്ളത്. അതെ. ആ രീതിയിൽ തന്നെയാണ് ട്രെൻഡും. ഒഡീഷയുടെ സ്ഥിതി, ഒഡീഷയിൽ നവീൻ പട്നായിക്കിനെ തറപറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. BJP-ക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കണക്കൂട്ടൽ. എന്താണ്, അങ്ങനെയാണോ? ഒഡീഷ ഇത്തവണ ഒരു സർപ്രൈസ് ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്, പ്രത്യേകിച്ച് BJP-യെ സംബന്ധിച്ച്. കാരണം BJP ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഒരുമിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്. പൊതുവെ ഒഡീഷയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് എപ്പോഴും കുറച്ചൊരു മേൽക്കൈയും, നിയമസഭ വരുമ്പോൾ BJDക്ക് കിട്ടുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്തവണ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് തന്നെയാണ് BJP അവിടെ കാഴ്ചവെച്ചത്. ധർമ്മേന്ദ്ര പ്രധാനും സംബിത് പാത്രയൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മോദിയാണെങ്കിൽ നിരവധി റാലികളൊക്കെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ BJP ലക്ഷ്യമിടുന്നത് 13 സീറ്റ് വരെയാണ്. 8 സീറ്റാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. എന്തായാലും ഒരു 5 സീറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ഇത്തവണ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ BJPക്ക് ഉണ്ട്. പിന്നെ BJD നമുക്കറിയാം, നവീൻ പട്നായിക്കിൻ്റെ ആരോഗ്യ അവസ്ഥ കുറച്ച് മോശമാണ്. അദ്ദേഹം വളരെ ആക്റ്റീവൊന്നുമല്ല. പിന്നെ VK പാണ്ഡ്യൻ്റെ അനാവശ്യമായുള്ള ഇടപെടലുകൾ അവിടെ ഒഡീഷയിൽ തന്നെ ഒരു പരിധിക്ക് അതൊരു വലിയ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട്. BJD തന്നെ ഒരു വലിയ വിഭാഗം അതിന് വളരെ അതൃപ്തി ഉണ്ട് അവർക്ക്. മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി BJDയിലുള്ള എല്ലാ നേതാക്കളും BJPയിലേക്ക് എത്തിയേക്കാം. കാരണം നവീൻ പട്നായിക്കിന് ശേഷമുള്ള ഒരു ഇറ BJPയുടെ ഒരു ഇറയായിരിക്കും ഒഡീഷയിൽ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പിക്ചറിലേ ഇല്ല. നിലവിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ പോലും അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ട്രെൻഡ് BJPക്ക് അനുകൂലമായിട്ടുണ്ട്. എന്തായാലും ഒഡീഷയിൽ ലോക്സഭാ ഇലക്ഷനിൽ BJP നേട്ടം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊരു ഇൻക്രിമെന്റൽ സീറ്റ്സ് ആയിരിക്കും BJP സംബന്ധിച്ച് മേക്കപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ്. എന്തായാലും കഴിഞ്ഞ തവണ കിട്ടിയ 8-ൽ കൂടുതൽ തന്നെ ഇത്തവണ പിടിക്കും. 12-15 വരെയൊക്കെ പോയേക്കാം എന്നാണ് കണക്കൂട്ടൽ. ഓക്കെ. ഈ ഛത്തീസ്ഗഡ്, ഹരിയാന, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു കാലാവസ്ഥ? ഇത്തവണ BJP എന്തായാലും 9 BJP എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ മാറ്റം ഉണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഒട്ടും പ്രതീക്ഷിച്ചില്ല BJP തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു ഇതുണ്ട്. കാരണം ഒരു പുതിയ സർക്കാർ വന്നിട്ടേ ഉള്ളൂ, നല്ല രീതിയിലുള്ള കുറേ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടും. അതിനൊപ്പം തന്നെ മോദി ഫാക്ടർ നമ്മൾ പറയുന്ന പോലെ തന്നെ ഛത്തീസ്ഗഡിലുണ്ട്. പ്രത്യേകിച്ച് ട്രൈബൽ വിഭാഗത്തിന് വളരെ സ്വാധീനമുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പം ഈ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സിൻ്റെ ഇമ്പാക്റ്റ് താഴെത്തട്ടിൽ കിട്ടും. പിന്നെ ഭൂപേഷ് ബാഗലിനെ ഇറക്കി കോൺഗ്രസ് പരമാവധി 1-2 സീറ്റ് എന്നെങ്കിലും പിടിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഭൂപേഷ് ബാഗൽ രജ് നന്ദഗാവിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എന്ത് വരും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടൈറ്റ് ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. BJP എന്തായാലും 9 സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സീറ്റ് അഡീഷണൽ ആയിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അതെ. അപ്പോൾ ഈ ജാർഖണ്ഡ് സംസ്ഥാനത്ത് 14 സീറ്റുകൾ ആണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം 11 സീറ്റുകളോ മറ്റോ BJP നേടിയിരുന്നു. 11 സീറ്റ് BJP നേടിയിരുന്നു. അതെ. അപ്പോൾ ജാർഖണ്ഡിൽ ആ 11 തിരിച്ച് കിട്ടും, അതോ കൂടുതൽ സീറ്റുകൾ? ജാർഖണ്ഡിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അറിയാം. ഹേമന്ത് സോറൻ ജയിലിൽ പോയി, അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. അഴിമതി എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ട്രൈബൽ സ്റ്റേറ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബാബുലാൽ മറാണ്ടിയുടെ ഒരു തിരിച്ചുവരവ്, BJPയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ജാർഖണ്ഡിൽ ഒരു വലിയ ഫാക്ടറാണ്. കാരണം ബാബുലാൽ മറാണ്ടി ഇടയ്ക്ക് BJP വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ചു, പ്രതിപക്ഷത്തിനൊപ്പം നിന്നു. അത് BJPക്ക് ഒരു തിരിച്ചടിയായിരുന്നു. കാരണം രഘുബർ ദാസിൻ്റെ നേതൃത്വത്തിനെതിരെ കുറച്ച് അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം BJP സോർട്ട് ഔട്ട് ചെയ്ത് 2 വർഷം മുമ്പ് തന്നെ BJP മേക്കപ്പ് ചെയ്യാൻ, അതായത് അവിടെ എന്താണോ നഷ്ടമായത് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം BJP നടത്തിയിരുന്നു. അത് ബാബുലാൽ മറാണ്ടി വന്നതോടുകൂടി ഒരു ടവറിംഗ് ആയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഗോത്രവർഗ വിഭാഗക്കാരനാണ്. ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ജാർഖണ്ഡിന്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യതയുണ്ട്. അദ്ദേഹം പക്ഷേ BJPക്ക് പുറത്തു പോയപ്പോൾ അദ്ദേഹം ആരുമല്ലാതായിപ്പോയി. പക്ഷെ അദ്ദേഹം തിരിച്ച് BJPയിൽ വന്നപ്പോൾ BJPക്കും ഗുണമായി, അദ്ദേഹത്തിനും ഗുണമായി. അതാണ് അദ്ദേഹം ബേസിക്കലി ഒരു RSSകാരനാണ്. അദ്ദേഹം ചില അർജുൻ മുണ്ടയെ ഉയർത്തിക്കൊണ്ടുവന്നത് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് BJPക്ക് വലിയ, ജാർഖണ്ഡ് പോലത്തെ ഒരു സ്റ്റേറ്റിൽ JMMനെ പോലുള്ള ഒരു ട്രൈബൽ പാർട്ടിയെ നേരിടുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ കോൺഗ്രസിന് അവിടെ അത്ര വലിയ സ്വാധീനമൊന്നുമില്ല. JMMൻ്റെ ബാക്കിൽ ഇങ്ങനെ നിന്നിട്ട് അത്യാവശ്യം ചില പോക്കറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത്തവണ എന്തായാലും BJP 11 സീറ്റ് 14-ൽ 11 ഇത്തവണയും പിടിക്കും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. പക്ഷേ ബാക്കി 2 മണ്ഡലങ്ങളും നല്ല
ഫൈറ്റ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ 1-2 സീറ്റ് അവിടെ എഡീഷണലായി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും കുറയാനുള്ള സാധ്യത കുറവാണ്. അതെ. അപ്പോൾ ഈ BJPക്ക് തിരിച്ചടി കിട്ടുമെന്ന് പറയുന്ന ഹരിയാനയിലെ സ്ഥിതി എന്താണ്? ഹരിയാനയിൽ ഈ പറയുന്ന പോലെ തിരിച്ചടി ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ വരുന്നൊരു സംസ്ഥാനമായിട്ട് 10 സീറ്റുള്ള ഹരിയാന മാറിയിട്ടുണ്ട്. മലയാള മാധ്യമങ്ങളിൽ മുഴുവൻ ഹരിയാനയെക്കുറിച്ചുള്ളത്. ഹരിയാനയിൽ തിരിച്ചടി വന്ന BJP ഉത്തരേന്ത്യയിൽ മുഴുവൻ താഴോട്ട് പോകും എന്നുള്ള രീതിയിലുള്ള അതെ അങ്ങനെയുള്ള ചർച്ചകളാണ്. അതായത് ആകെ 10 സീറ്റുള്ള ഹരിയാനയിൽ തിരിച്ചടി നേരിടുന്നതോടുകൂടി BJP ആകെ തകർന്നു എന്നുള്ള രീതിയിലായിരുന്നു മലയാള മാധ്യമങ്ങളിലെ ചർച്ചകൾ അത്രയും. അപ്പോൾ ഹരിയാനയിലുള്ള ആകെ 10 സീറ്റാണുള്ളത്. അതിൽ കഴിഞ്ഞ വട്ടം 10 സീറ്റും BJP നേടിയിരുന്നു. ഈ പ്രാവശ്യം അതിൽ എത്രത്തോളം ഫൈറ്റ് നടക്കുന്നുണ്ട്? ഉറപ്പായിട്ടും ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എത്രയുണ്ടാവും? എന്തായാലും BJPക്ക് വലിയ നഷ്ടമൊന്നും ഈ പറയുന്ന പോലെ ഹരിയാനയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് 58% വോട്ട് പിടിച്ച് ജയിച്ച ഒരു സംസ്ഥാനമാണ്. 4 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം ഒക്കെയാണ് പലയിടത്തും ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ശരിക്കും ഫൈറ്റ് നടക്കുന്നത് ഹരിയാനയിലെ 2 മണ്ഡലങ്ങളിലാണ്. BJPയെ സംബന്ധിച്ച് അല്പം ചാൻസ് കുറവുള്ള 2 മണ്ഡലങ്ങൾ. ഒന്ന് വരുന്നത് സിർസയാണ്. സിർസയിൽ കുമാരി സെൽജയും പിന്നെ അശോക് തൻവറും തമ്മിലാണ് മത്സരിക്കുന്നത്. അശോക് തൻവർ BJP സ്ഥാനാർത്ഥിയും കുമാരി സെൽജ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമാണ്. അശോക് തൻവർ ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുമായി വളരെ അടുപ്പമൊക്കെ ഉണ്ടായിരുന്ന രാഹുൽ ബ്രിഗേഡിലുണ്ടായിരുന്ന ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് BJPയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ശരിക്കും ഒരു കൺഫ്യൂഷൻ കുറച്ചുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ടൈറ്റ് കോണ്ടസ്റ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ മുൻ ഹരിയാന മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ വലിയ സത്രപ്പൊക്കെ ആയ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദീപേന്ദർ മത്സരിക്കുന്ന റോഹ്തക്കിലും നല്ല ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ അരവിന്ദ് ശർമ്മ നിലവിൽ BJPയുടെ സിറ്റിംഗ് MP ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെയും നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഹരിയാനയിൽ ഒരു വലിയ അപ്സെറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആ രീതിയിൽ, കാരണം ഒന്ന് ഹരിയാനയിലെ മോദിയോട് എല്ലാ സംസ്ഥാനങ്ങളും മോദി ഫാക്ടർ ഉണ്ട്. കാരണം ഇത് ലോക്സഭ ഇലക്ഷനാണ്. കാരണം മോദിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പുറത്ത് നിങ്ങൾക്ക് ആരെ ചൂണ്ടിക്കാണിക്കാനുണ്ട്? ഓക്കെ, ഇപ്പോൾ നിയമസഭ ഇലക്ഷൻ വരികയാണെങ്കിൽ അവിടെ ഹരിയാനയിൽ BJP കുറച്ച് പേർക്കും, കാരണം നിലവിൽ മുഖ്യമന്ത്രിയെ മാറ്റി കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറയുന്ന ഒരു ഫാക്ടർ ജാട്ട് റിസെൻമെന്റ് ഉണ്ടാവുന്നതാണ് BJPക്ക് പ്രതികൂലമായിട്ട് എതിരെ. പക്ഷേ ജാട്ടുകൾ 27% ഉണ്ട്, വളരെ നിർണായകമാണ് ഹരിയാനയിൽ. പക്ഷേ അവരുടെ വോട്ട് ഇത്തവണ സ്പ്ലിറ്റ് ചെയ്ത് പോകാനാണ് സാധ്യത. കാരണം ജാട്ടുകളുടെ വോട്ടുകൾ BJPക്ക് ഒരു പക്ഷത്തിൻ്റെ വോട്ട് ഇപ്പോഴും ഉണ്ട്. BJPയിലും നല്ല നല്ല നേതാക്കളൊക്കെ ഹരിയാനയിൽ ഉണ്ട് ജാട്ട് വിഭാഗത്തിൽപ്പെട്ട. അതുകൂടാതെ ജാട്ട് വിഭാഗത്തിൽ ഒരു 1% വോട്ട്, നല്ലൊരു ശതമാനത്തിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിക്കും. പക്ഷേ ബാക്കി 2 ചൗട്ടാലയുടെ 2 ക്ലാനിൽ പെടുന്ന 2 പാർട്ടികൾ JJPയും പിന്നെ INLDയും. അപ്പോൾ ഇവരെല്ലാം ഇത്തവണ വളരെ സജീവമായിട്ടാണ് മത്സരരംഗത്തുണ്ട്. അജയ് സിംഗ് ചൗട്ടാലയുടെ ഭാര്യ മത്സരിക്കുന്നുണ്ട്. അഭയ് ചൗട്ടാലയുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മാക്സിമം അവരുടെ 2 പാർട്ടി 2ആയിട്ട് അവർ വിഘടിച്ചു. ആ കുടുംബത്തിലെ INLD ആണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് INLD പിന്നെ ഒരു JJP ആയത്. അപ്പോൾ BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. പിന്നെ അടുത്ത കാലത്താണ് അവർ മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജാട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് BJPക്ക് അനുകൂലമാകും. അതായത് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു തിരിച്ചടിക്കുള്ള സാധ്യത കുറവാണ്. പിന്നെ ഡൽഹിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പം നാഷണൽ ഇഷ്യൂസ് വരുമ്പോൾ ഹരിയാനയിൽ എന്തായാലും അവർ ലോക്സഭ ഇലക്ഷനിൽ അവർക്കൊരു പാറ്റേൺ ഉണ്ട്. അതവർ കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ 4-6 സീറ്റ് വരെയൊക്കെ പോവാ, ചിലപ്പോൾ മുഴുവൻ സീറ്റും കോൺഗ്രസ് നേടുമെന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. 2 സീറ്റ്, ചിലപ്പോൾ ഒരു 3 സീറ്റ്, അതിനപ്പുറത്തേക്ക് BJPക്ക് അവിടെ ഒരു തകർച്ച ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ പറയുന്ന 2-3 സീറ്റൊക്കെ അവിടെയും ടഫ് ഫൈറ്റാണ് നടക്കുന്നത്. അതായത് അതിനർത്ഥത്ത് കോൺഗ്രസിന് പോയെന്നല്ല. അതെ. അടുത്തത് നമുക്ക് ഈ പഞ്ചാബുമായിട്ട് വന്ന, അതായത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനം. അപ്പോൾ അവിടെ എന്തായിരിക്കും അവസ്ഥ? BJPക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? കഴിഞ്ഞ വട്ടത്തേക്കാൾ എന്തെങ്കിലും ഒരു വ്യത്യാസം BJPക്ക് വരുത്താൻ സാധ്യതയുണ്ടോ? ഇത്തവണ അവിടെ ശരിക്കും ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. അകാലിദൾ BJP വേർപിരിഞ്ഞതിന് ശേഷം 2 പാർട്ടികളും ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരുമിച്ചായിരുന്നു. 2 സീറ്റ് BJP നേടിയിരുന്നു, 2 സീറ്റ് അകാലിദളും നേടിയിരുന്നു. ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്, പിന്നെ കോൺഗ്രസും. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ BJP ഇത്തവണ മാക്സിമം നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പം അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ BJPയിൽ എത്തിയിരുന്നു. പിന്നെ റിങ്കു എത്തിയിരുന്നു, സുശീൽ കുമാർ റിങ്കു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിക്ക് ഏക MP ഉണ്ടായിരുന്നത് പഞ്ചാബിൽ നിന്ന്. അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJPയിൽ എത്തി. പിന്നെ വിട്ടു വന്നിട്ടുണ്ട്, ബിയാൻ സിംഗിൻ്റെ പേരക്കുട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല ജനകീയരായ നേതാക്കൾ BJPയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ BJPക്ക് പഞ്ചാബിൽ എക്കാലവും BJPയുടെ ഒരു ഹോൾഡ് എന്ന് പറയുന്നത് നഗര മണ്ഡലങ്ങളാണ്. ജലന്ധർ, അമൃത്സർ, പട്യാല അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. ഇതെല്ലാം പഞ്ചാബിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളും ഹിന്ദു ഭൂരിപക്ഷമാണ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സിഖ് ഭൂരിപക്ഷമാണ്, ശരിയാണ്. പക്ഷെ എന്നാലും ഒരു 40% ഹിന്ദു ജനസംഖ്യയുണ്ട്. അപ്പോൾ ഈ രാമക്ഷേത്രം അവിടെ വലിയൊരു വിഷയമാണ്. പ്രത്യേകിച്ച് പല ഹിന്ദു ഗ്രൂപ്പുകളുടെ ഇടയിൽ അതൊരു വലിയ വിഷയമാണ്. അതിനൊപ്പം തന്നെ നഗര മണ്ഡലങ്ങളിൽ പൊതുവേ BJPയുടെ ഒരു ചായ്വുണ്ട്. BJP തുടർച്ചയായിട്ട് ജയിക്കാറുണ്ട് അവിടുന്ന്. അകാലിദളിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇത്തവണ BJP ശരിക്കും ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക്
നിൽക്കുകയാണ്. അതുമാത്രമല്ല ബൽറാം ജാക്കറിൻ്റെ മകനൊക്കെ സുനിൽ ജാക്കറൊക്കെ BJPയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കുറേ ഇൻഫ്ലുവൻഷ്യൽ ആയുള്ള ലീഡേഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി ഉണ്ടാവും. ഒപ്പം നരേന്ദ്രമോദിയുടെ ഫാക്ടറും BJPയുടെ ഒരു ഇതുണ്ടാവും. പക്ഷേ വളരെ ടഫ് ഫൈറ്റാണ് നടക്കുന്നത്. ആം ആദ്മി പാർട്ടി എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ചതുഷ്കോണ മത്സരം നടക്കുന്നത്. അതെ. പിന്നെ അവിടുത്തെ ഇഷ്യൂസ് അറിയാലോ, ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് അവിടെ ഒരു ഇഷ്യൂ ആണ്. സിഖ് വിഭാഗക്കാരുടെ ഇടയിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിൽ ഈ പറയുന്ന വോട്ടുകൾ സോക്കോൾഡ് ആൻറ്റി മോദി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നഗരമണ്ഡലങ്ങളിൽ അത് 3 പാർട്ടി അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഒന്ന് ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, പിന്നെ അകാലിദൾ. അവിടെയാണ് BJPക്ക് അവിടെ 1-2 മണ്ഡലങ്ങളിൽ തന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വിജയിക്കാൻ സാധ്യത. 2 മുതൽ 4 വരെയൊക്കെ BJP ജയിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ എന്തായാലും 1-2 മണ്ഡലങ്ങളിൽ ഇത്തവണ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ. ഇപ്പോൾ ഈ ഉത്തരാഖണ്ഡിൽ പിന്നെ കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യമില്ല. 5 സീറ്റുകളും നേടുമെന്ന് തന്നെയാണ് 100% പ്രതീക്ഷിക്കുന്നത്. UCC ഒക്കെ നടപ്പാക്കി പുഷ്കർ സിംഗ് ധാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ പ്രതിച്ഛായുള്ള ഒരു നേതാമന്ത്രിയാണ്. അതെ. ഉത്തരാഖണ്ഡിനെ കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഡൽഹി എന്തായിരിക്കും? ഡൽഹിയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കറിയില്ല. 7-7 ഇത്തവണയും കിട്ടും. 2014 7-7 കിട്ടി, 2019 7-7 കിട്ടും. കാരണം കഴിഞ്ഞ തവണ BJP ജയിച്ചൊരു ഭൂരിപക്ഷം നോക്കണം. സ്ഥാനാർത്ഥികളിലേക്ക് 4 ലക്ഷം, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം തന്നെ ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിനാണ് ജയിച്ചെന്ന് തോന്നുന്നു. ഡൽഹി നോർത്ത് ഈസ്റ്റ്, ചാന്ദിനി ചൗക്ക് ഈ മണ്ഡലങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പം കുറച്ച് ഭൂരിപക്ഷം കുറയാൻ മതി, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ്, ഡൽഹി നോർത്ത് ഈസ്റ്റിൽ, ചാന്ദിനി ചൗക്കിൽ, ന്യൂഡൽഹി എന്നീ മണ്ഡലങ്ങളിലൊക്കെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം വർക്കൗട്ട് ആവില്ല. അത് കെജ്രിവാളിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. കെജ്രിവാൾ എന്തോ പറഞ്ഞു തോന്നുന്നു, തോൽവി സമ്മതിക്കുന്ന മട്ടിലാണെന്ന് തോന്നുന്നു. കോൺഗ്രസുമായുള്ള സഖ്യം വെറും BJP മാറ്റി നിർത്താൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സഖ്യം ആഗ്രഹിച്ചില്ല. കോൺഗ്രസിനെതിരെ അഴിമതി ആരോപിച്ചുകൊണ്ട് വന്ന മുഖ്യമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നേതാവായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരെ മധ്യ കുംഭകോണത്തിൽ ആദ്യം അഴിമതി ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. ഡൽഹി ഘടകമാണ്. അരവിന്ദർ സിംഗ് ലൗലി ഇപ്പോൾ BJPയിലെത്തി. അതെ. ഹിമാചൽ പ്രദേശിൽ 4 സീറ്റുണ്ട്. എന്തായിരിക്കും സ്ഥിതി? ഹിമാചലിൽ 4 സീറ്റിൽ 4 ഇത്തവണയും BJP ജയിക്കാനാണ് സാധ്യത. ടഫ് ആയിട്ട് നടക്കുന്ന ഒരൊറ്റ മണ്ഡലത്തിലുള്ളൂ. മണ്ഡിയിൽ കങ്കണ റണൌട്ടും വിക്രമാദിത്യ സിംഗും മത്സരിക്കുന്ന ആ മണ്ഡലം. പക്ഷേ നമുക്ക് വീരഭദ്ര സിംഗിൻ്റെ മകൻ, നിലവിലെ PCC പ്രസിഡന്റ് പ്രതിഭാസ് സിംഗിൻ്റെ മകൻ, മന്ത്രി കൂടിയാണ്, സംസ്ഥാന സർക്കാർ സുഗു സർക്കാരിൽ മന്ത്രിയാണ്. പക്ഷേ അവിടെ ഉണ്ടായ പ്രതിസന്ധി നമുക്കറിയാമല്ലോ. കാരണം കഴിഞ്ഞ 2 മാസങ്ങൾക്കൊക്കെ മുമ്പ് ശരിക്കും സുഖുവിനെതിരെ പ്രതിഭാസ് സിംഗും വിക്രമാദിത്യ സിംഗും ചേർന്ന് നടത്തിയ റിവോൾട്ടും ഒക്കെ. ഇപ്പൊ അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നതന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും കാലുവാരാനാണ് സാധ്യത. കാരണം ഈ സുഖുവിന്റെ ഗ്രൂപ്പ് മിക്കവാറും കാലുവാരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഇതിനൊപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടെ നടക്കുന്നുണ്ട് 6 സീറ്റുകളിലേക്ക്. അത് ഇതിന്റെ അതായത് കോൺഗ്രസ് സർക്കാരിന്റെ ഭാവിയെ കൂടെ നിർണ്ണയിക്കും. അതെ, അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ഒരു വോളറ്റൈലായുള്ള സിറ്റുവേഷനിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വിജയമൊന്നും സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. വൻ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ BJP ജയിച്ച മണ്ഡലങ്ങളൊക്കെയാണ് ഹിമാചൽ പ്രദേശിലുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം ജമ്മു കാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ വട്ടം 3 സീറ്റുകൾ, അതായത് ജമ്മു മേഖലയിൽ 2 സീറ്റും ലഡാക്ക് 1 സീറ്റും, അങ്ങനെ 6ൽ 3 സീറ്റുകളാണ് BJP നേടിയത്. ഈ സാഹചര്യത്തിൽ ജമ്മു മേഖലയിൽ സീറ്റുകൾ നഷ്ടമാവുമോ? ഒരിക്കലുമില്ല. ജമ്മു മേഖലയിൽ എന്തായാലും BJPക്ക് അവിടെ അവരുടെ മേൽക്കൈ നിലനിർത്താൻ സാധിക്കും. ഉധംപൂർ ആണെങ്കിലും ജമ്മു ആണെങ്കിലും ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തവണയും BJP പാട്ടും പാടി ജയിക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓൾറെഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ ലഡാക്കിൽ ടഫ് ഫൈറ്റാണ്. ലഡാക്കിൽ ഇത്തവണ എല്ലാ പ്രാവശ്യം ലഡാക്കിൽ കഴിഞ്ഞ തവണ ഒരു സർപ്രൈസ് വിജയമൊക്കെയായിരുന്നു. അപ്പോൾ ഇത്തവണ ആ സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. അതുമാത്രമല്ല കാർഗിൽ ഉൾപ്പെടുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയൊക്കെ ലഡാക്കിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. ടഫ് ഫൈറ്റാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ 3 സീറ്റ് കിട്ടിയിട്ടുണ്ട് 6ൽ. ഇത്തവണ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു റിപ്പോർട്ട് നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം നിരവധി മുസ്ലിങ്ങൾ BJPയോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതൊരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാതിരുന്നേക്കാം. പക്ഷേ എങ്കിലും അതൊരു മാറ്റം തന്നെയാണ്. അതിൽ ഗ്രാജുവലി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇനി എനിക്ക് തോന്നുന്നത് നമുക്ക് ദക്ഷിണേന്ത്യൻ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും വടക്കിഴക്ക് ഒന്ന് ഓടിച്ചു പോകാൻ തോന്നുന്നു. ഓക്കെ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം മൊത്തത്തിൽ 25 സീറ്റുകളാണ് നോർത്ത് ഈസ്റ്റിലുള്ളത്. കഴിഞ്ഞ വട്ടം അസം ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിൽ നിന്ന് 25 സീറ്റുകളുണ്ട്. അതിൽ 14 സീറ്റുകൾ BJP കഴിഞ്ഞ വട്ടം നേടി. ഇക്കുറി എത്രയാകും ഏകദേശം ഒരു കണക്ക്? കൂടുതൽ ഉണ്ടാകുമോ അതോ? ഇപ്പം നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് അസമിലാണ്. അസമിൽ 14 സീറ്റുണ്ട്. ഇത്തവണ BJP 11 സീറ്റിൽ
മത്സരിക്കുന്നു, ബാക്കി സഖ്യകക്ഷികൾക്കാണ്. കഴിഞ്ഞ തവണ 9 സീറ്റാണ് BJPക്ക് അസമിൽ നിന്നുണ്ടായിരുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ വലിയ രീതിയിൽ തന്നെ അസമിൽ പ്രതിഫലിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൽ മൊത്തം ഉണ്ട് അദ്ദേഹത്തിന്. കോൺഗ്രസ് കൈവിട്ട ഒരു മാണിക്യം എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിൻ്റെയൊക്കെ ഒരു മണ്ടത്തരായിരുന്നു അദ്ദേഹത്തെ കൈവിട്ടത്. എന്തായാലും അത് ഇത്തവണയും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ. അദ്ദേഹത്തിൻ്റെ റാലികളിലൊക്കെ മുസ്ലിംസ് പോലും, അസമിൽ മുസ്ലിം ജനസംഖ്യ വളരെ ഹെവിയാണ്, 35% മുസ്ലിംസ് ഉണ്ട് അവിടെ. പക്ഷെ അവരുടെ പോലും സപ്പോർട്ട് ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ റാലികളിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം വലിയ രീതിയിലുള്ള മുസ്ലിം സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ 1-2 സീറ്റ്, 11 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. അതിൽ ഒരു 10 കഴിഞ്ഞ തവണ 9 ഇത്തവണ ഒരു 10 അല്ലെങ്കിൽ ചിലപ്പോൾ 11 BJPക്ക് കിട്ടിയേക്കാം. എന്തായാലും ഒരു നഷ്ടം അവിടെ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ത്രിപുരയിലാണെങ്കിൽ ത്രിപുരയിൽ 2 സീറ്റും BJP ഇത്തവണയും വിജയിക്കും. അതിൽ അരുണാചലിലും ഉറപ്പായിട്ടും BJP 2 സീറ്റും വിജയിക്കും. പിന്നെയുള്ളത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ കഴിഞ്ഞ തവണ 1 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. 1 സീറ്റ് സഖ്യകക്ഷിക്കായിരുന്നു, NPF-നായിരുന്നു. ഇത്തവണ ഇന്നർ മണിപ്പൂരിൽ BJPക്ക് അല്പം വെല്ലുവിളിയുണ്ട്. അവിടുത്തെ ചില ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷമുള്ളൊരു ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് അറിയില്ല. അവിടെ ഒരു ടഫ് ഫൈറ്റാണ് നടക്കുന്നത്. മറ്റ് സ്ഥലങ്ങളൊക്കെ BJP അല്ല, മിക്കവാറും പലതും സഖ്യകക്ഷികളും ഒക്കെയാണ് അവിടെ മത്സരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് ആണ് അപ്പുറത്തുള്ളത്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാര്യമായുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ, വലിയ കുറവോ കൂടുതലോ മണിപ്പൂരിൽ ഒന്ന് കുറയാണെങ്കിൽ മിക്കവാറും അത് ആസാമിൽ മേക്കപ്പ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ആന്ധ്രയല്ല, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള തമിഴ്നാടിൽ 40 സീറ്റുകൾ, പോണ്ടിച്ചേരിയും കൂടെ ചേർത്ത് 40 സീറ്റുകൾ. ഈ 40 സീറ്റുകളിൽ എന്തായിരിക്കും സ്ഥിതി? BJP സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും ലാഭമാണ്. അതെ, നഷ്ടം അവിടെ ഇല്ലല്ലോ, നഷ്ടമില്ല. ഈ അണ്ണാമലയുടെ ഒരു ഫാക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും കോയമ്പത്തൂർ നമ്മൾ പോയ സമയത്ത് കോയമ്പത്തൂർ വളരെ വലിയ പിന്തുണയാണ് അണ്ണാമലയ്ക്ക് ലഭിക്കുന്നത്. എവിടെ ചെന്നാലും അണ്ണാമലയെ പറ്റി യുവാക്കൾ ഉൾപ്പെടെ വളരെ വലിയ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതെ, അതുകൊണ്ടായിരിക്കുമല്ലോ DMK എനിക്ക് CPM-ന്റെ സീറ്റ് പിടിച്ചിട്ട് DMK നേരിട്ട് മത്സരിച്ചു. തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ കാണാനുണ്ടായിരുന്നു. മറ്റൊരു തമാശ, കോയമ്പത്തൂർ എന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് CPM നേതാവ് വളരെ ഘോരഘോരം സംസാരിച്ചാണ് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്. എന്തായാലും കോയമ്പത്തൂര് ജയിക്കാനുള്ള സാധ്യതയുള്ള ഒരു സീറ്റാണ്. മറ്റൊന്ന് തിരുനെൽവേലി. അതെ, അപ്പോൾ നയനാർ നാഗേന്ദ്രൻ മത്സരിക്കുന്ന വളരെ പ്രമുഖനായ പഴയ ADMK നേതാവൊക്കെയാണ്. നല്ല സ്വാധീനമുള്ള ഒരാളാണ്. അത്യാവശ്യം നല്ലൊരു പവർ പൊളിറ്റീഷ്യനാണ്. അതെ. അപ്പോൾ തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരിയിൽ ഒരു സീറ്റ് എന്തായിരിക്കും സംഭവിക്കുക? പോണ്ടിച്ചേരിയിൽ BJPക്ക് വിജയസാധ്യതയുണ്ട്. അവിടെ നമശിവായം ആണ് മത്സരിക്കുന്നത്. BJPയുടെ പ്രമുഖ നേതാവാണ്. ഒറ്റയ്ക്കല്ല, NR കോൺഗ്രസിന്റെ സപ്പോർട്ട് ഉണ്ട്. NR കോൺഗ്രസ് ഭരണകക്ഷിയായ NR കോൺഗ്രസും BJPയും കൂടെ ചേർന്നിട്ടാണ് അവിടെ ഇപ്പം നിലവിൽ പോണ്ടിച്ചേരി ഭരിക്കുന്നത്. സഖ്യകക്ഷികളാണ്. മെയിൻ കക്ഷിയാണ് NR കോൺഗ്രസ്, രംഗസ്വാമിയുടെ. അപ്പോൾ അവരുടെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് നല്ല വിജയസാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 സീറ്റിലെങ്കിലും ജയിക്കാനുള്ള ഒരു വഴി തെളിയുന്നുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ ചില സർപ്രൈസസ് ഒക്കെ ഉണ്ടായേക്കാം. കാരണം ആ രീതിയിൽ നല്ല രീതിയിലുള്ളൊരു BJP വോട്ട് പിടിക്കുന്ന മാറ്റം. എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലക്ഷ്യം തമിഴ്നാട് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചകളും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, പറയാൻ കഴിയില്ല. ആന്ധ്രാപ്രദേശിൽ TDPയും മറ്റേ പവൻ കല്യാണിൻ്റെ ജനസേനയുമായിട്ട് ചേർന്നാണ് BJP മത്സരിക്കുന്നത്. നഗരമണ്ഡലങ്ങളിലാണ് BJP മത്സരിക്കുന്നത്. അവിടുത്തെ BJPക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എത്ര സീറ്റുകൾ ഉണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BJPക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഇത്തവണ ആന്ധ്രയിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത ഒരു സംസ്ഥാനമാണ്. BJPക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു സംസ്ഥാനമാണ്. പക്ഷേ ഇത്തവണ BJP ഈ ഒരു സഖ്യം വളരെ ഗുണം ചെയ്യും. കാരണം TDPയും ജനസേനയും ചേർന്നുള്ളൊരു സഖ്യം അത്യാവശ്യം നല്ല രീതിയിൽ BJPയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നത് നല്ലൊരു വോട്ട് ബാങ്ക് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് BJPക്ക് ലഭിച്ചിരിക്കുന്ന നഗരമണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ 6 മണ്ഡലങ്ങളാണ് BJP മത്സരിക്കുന്നത്. അപ്പോൾ ഈ 6 മണ്ഡലങ്ങളിൽ ഒരു 3 മണ്ഡലങ്ങളെങ്കിലും BJPക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത ആന്ധ്ര, അതുമാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നൊരു 3 സീറ്റ് അഡീഷണൽ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നത് BJP സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല ജഗനെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. പ്രത്യേകിച്ച് അർബൻ റീജിയൻസിൽ ജഗനെതിരെ നല്ല ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. റൂറൽ മേഖലയിലാണ് ജഗൻ അല്പം ഹോൾഡ്, ആ ഒരു ജഗൻ്റെ ഹോൾഡ് അവിടെ നിൽക്കുന്നത്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അപ്പം BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു BJP ഈ സഖ്യത്തിനെതിരെ അനുകൂലമായുള്ള ഒരു വിധി ഉണ്ടാവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ലോക്സഭാ ഇലക്ഷനിൽ BJPക്കും ഈ NDAക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൻ്റെ നേട്ടം BJPക്കും കിട്ടും. അതായത് ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് തന്നെ ഉണ്ടായ തെലങ്കാനയിൽ ഈ കുറി സർപ്രൈസ് ആകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തെലങ്കാനയിൽ കഴിഞ്ഞ 4 സീറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം. അതേ ഒരു സർപ്രൈസ് ആയിരുന്നു. അതെ, 4 സീറ്റുകൾ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അത് ഇക്കുറി
അതിൽ കൂടുതൽ നേടും. അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഫൈറ്റിലേക്കാണ് തെലങ്കാന ഇപ്പോൾ കടന്നു പോകുന്ന BRS ചിത്രത്തിലില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും അവിടുത്തെ ഒരു സാഹചര്യം? അതൊരു വലിയൊരു ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യം, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു ടാൻഡം അങ്ങ് നിന്നുപോയി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറി. BRS അങ്ങ് ഇല്ലാതായി. BRSലെ ഒട്ടുമിക്ക നേതാക്കളും BJPയിലോ കോൺഗ്രസിലോ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തവണ BJP ആരും പ്രതീക്ഷിക്കാതാണ് 4 മണ്ഡലങ്ങൾ നേടിയത്. നോർത്ത് തെലങ്കാനയിലെ മണ്ഡലങ്ങളും സെക്കന്ദരാബാദും ആയിരുന്നു. ആദിലാബാദ്, സെക്കന്ദരാബാദ്, നിസാമാബാദ്, കരീംനഗർ ഈ മണ്ഡലങ്ങളാണ് ജയിച്ചത്. ബണ്ടി സഞ്ജയ്ക്ക് ഇത്തവണയും കരീംനഗറിൽ മത്സരിക്കുന്നുണ്ട്. പിന്നെ കിഷൻ റെഡ്ഡി സെക്കന്ദരാബാദിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി, പ്രമുഖ നേതാവ്, ഇപ്പം സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ എന്തായാലും BJP ഇതിൽ കൂടുതൽ, അതായത് കഴിഞ്ഞ തവണ ലഭിച്ച 4 സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം ഒരു 3 സീറ്റ് എഡീഷണലായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മൽക്കാജ്ഗിരി എന്ന് പറയുന്ന സീറ്റ് BJP പിടിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഒരു 5ഓ 6ഓ സീറ്റ് ഏറ്റവും ചുരുങ്ങിയത് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പം ഈ നരേന്ദ്രമോദി യോഗി ഫാക്ടറൊക്കെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ അത് വലിയ ഫാക്ടറായി വരുന്നുണ്ട്. യോഗിയുടെയൊക്കെ റാലികളിൽ വൻ ജനപങ്കാളിത്തായിരുന്നു. പിന്നെ അത് മാത്രമല്ല, BJPയും കോൺഗ്രസും എവിടെയൊക്കെ മത്സരിക്കുന്നു അവിടെ എപ്പോഴും BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും, പ്രത്യേകിച്ച് ലോക്സഭ ഇലക്ഷൻ. അപ്പോൾ അവിടെയാണ് ആ ഒരു ഗെയിം ചേഞ്ചർ. കാരണം BRS ഇല്ലാതായിരിക്കുന്നു. അതെ, പ്രാദേശിക കക്ഷി ഇല്ലാതായി അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇപ്പോൾ BJPക്ക് അനുകൂലമായി വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സംസ്ഥാനം കർണാടക. 28ൽ 25 സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയ സംസ്ഥാനമാണ് കർണാടക. ഇക്കുറി JDSുമായി ചേർന്നാണ് മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു എങ്ങനെയാണ് അവിടുത്തെ ഒരു മാറ്റങ്ങൾ? സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. BJPക്ക് തിരിച്ചടി കിട്ടുമെന്നൊക്കെയാണ് മാധ്യമങ്ങളുടെ ഒരു അഭിപ്രായം ഉയരുന്നത് പൊതുവെ. പക്ഷേ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പൊതുവെ കർണാടകയുടെ ഒരു സ്വഭാവം എപ്പോഴും ദേശീയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJPക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് പൊതുവെ കാണപ്പെടുന്നത്. ഇക്കുറി എന്താണ് അവിടുത്തെ ഒരു മാറ്റങ്ങൾ? ഈ പറയുന്ന രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമോ? കോൺഗ്രസ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം കോൺഗ്രസിന്റെ സർക്കാരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് 2 ശക്തരായ നേതാക്കളാണ് കോൺഗ്രസ്, ശിവകുമാറും സിദ്ധരാമയ്യ. അതെ, അവർക്ക് വ്യക്തമായുള്ള സ്വാധീനമുണ്ട്. അതുമാത്രമല്ല അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയാം. അപ്പോൾ അതിനനുസരിച്ച് അവർ നല്ലൊരു ടഫ് ഫൈറ്റ് തന്നെ BJPക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്കറിയാം അവർക്ക് കൂടുതൽ സീറ്റൊന്നും നേടാൻ പറ്റില്ല. പക്ഷേ BJPയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ എങ്ങനെയെങ്കിലും പിടിച്ച് എടുക്കുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ JDSുമായുള്ള സഖ്യം ശരിക്കും ഒരു വലിയ ഒരു ഗെയിം ചേഞ്ചറായി മാറി. കാരണം JDSും BJPയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വോട്ട് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ അവർ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വോട്ട് സമാഹരണ കോമ്പിനേഷൻ, അത് ഇത്തവണ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ കുറച്ച് തിരിച്ചടി BJPക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ളൊരു തോൽവി BJP നേരിട്ടിരുന്നു. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു BJPയിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് കർണാടകയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കുറേ ടേൺ കോഡ്സ് BJPയിൽ എത്തിയതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് പോലും പിന്നെ യെദ്യൂരപ്പയുടെ മകൻ നേതൃത്വത്തിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് BJPക്ക് ഉണ്ട്. നിലവിൽ ഈ JDS BJP കോമ്പിനേഷൻ അവർ ചേരുമ്പോൾ, പ്രത്യേകിച്ച് ഓൾഡ് മൈസൂർ റീജിയൻ ശരിക്കും കോൺഗ്രസ്സിന് കൂടുതൽ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. പക്ഷേ അവിടെ ഇത്തവണ BJP കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BJP ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നത് BJP എക്സ്പെക്ട് ചെയ്യുന്നത് നിലവിൽ 17 സീറ്റ് വിജയം ഉറപ്പിച്ചു BJP. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ബാക്കി വരുന്ന ഒരു 5 സീറ്റ് എങ്ങോട്ടും മാറാം. അതെന്തോ ആവാം അവിടുത്തെ റിസൾട്ട്. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ 17, 5 കഴിഞ്ഞ് 22 കഴിഞ്ഞാൽ പിന്നെ 6 സീറ്റുണ്ട്. ഈ 6 സീറ്റിൽ വിജയം കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു അനാലിസിസിലാണ് പാർട്ടി എത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അത് ഈ ഹൈദരാബാദ് കർണാടകയിലെ ചില മണ്ഡലങ്ങളാണ് BJPക്ക് കുറച്ച് പിന്നോട്ട് പോകാൻ സാധ്യത. കാരണം അവിടെ ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ചില സോഷ്യൽ വെൽഫെയർ സ്കീംസൊക്കെ കുറച്ച് ഗുണം ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയും. പിന്നെ അവർ നല്ല രീതിയിൽ അവിടെ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു റിസൾട്ട് ഉണ്ടാക്കും. BJPയെ സംബന്ധിച്ച് ബാംഗ്ലൂർ പക്ഷേ BJP ഇത്തവണ തൂത്തുവാരും. ബാംഗ്ലൂർ റൂറലും BJP ചിഹ്നത്തിൽ മത്സരിച്ച ദേവഗൌഡയുടെ മരുമകൻ ഡോക്ടർ മഞ്ജുനാഥ് വിജയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ DK സുരേഷിനെ തോൽപ്പിക്കാൻ പറ്റും. DK ശിവകുമാറിൻ്റെ അനിയനാണ്. അതൊരു വലിയതായിരിക്കും. പിന്നെ കോസ്റ്റൽ കർണാടകയിൽ BJPയുടെ കോട്ടയാണ് പണ്ട് കാലം മുതലേ. ആ 3 മണ്ഡലങ്ങളും BJP തന്നെ നേടും. അവിടെയൊന്നും മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം BJP എന്തായാലും ഈ സഖ്യം ഒരു 21-22 സീറ്റുകളിൽ വിജയിച്ചേക്കാം. ജനതാദൾ എസിനെ സംബന്ധിച്ച് മാണ്ഡ്യയിൽ എന്തായാലും അവർ ജയിക്കും. കുമാരസ്വാമിയാണ് മത്സരിച്ചത്. ഹസനിൽ ടൈറ്റ് ഫൈറ്റാണ്. പ്രജ്വൽ രേവണയാണ് അവിടെ. അതെ, മറ്റേ എനിക്ക് തോന്നുന്നത് ആ പ്രശ്നം പുറത്തു വരുന്നതിന് മുന്നേ ഇലക്ഷൻ കഴിഞ്ഞിരുന്നു. സൗത്ത് കർണാടകയിലെ ഇലക്ഷൻ കഴിഞ്ഞു. പിന്നെ നോർത്ത് കർണാടകയിലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാവും തോന്നില്ല. അത് ആ ഏരിയയിലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നോർത്ത് കർണാടകയിൽ വേറെ ഇഷ്യൂസാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ കോലാർ സീറ്റിലും JDS
ജയിക്കാനാണ് സാധ്യത. എന്തായാലും ഈ വൊക്കലിഗ ലിംഗായത്ത് വോട്ട് ട്രാൻസ്ഫർ, കാരണം ബി ജെ പിയുടെ ഒരു ട്രഡീഷണൽ സപ്പോർട്ട് ബേസ് ആയ ലിംഗായത്തും വൊക്കലിഗ വോട്ട് JDS-ന്റെ അതും കൂടെ കറക്റ്റായിട്ട് വരും എന്നാണ് പറയുന്നത്. എന്തായാലും അതൊരു ഗെയിം ചേഞ്ചറായി മാറും. അടുത്തതായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് എത്ര കിട്ടിയാലും നേട്ടമാണ്. പൊതുവേ മിക്ക മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്തൊരു അനുഭവം വെച്ച് ആകെ ഒരു 2 മണ്ഡലങ്ങളിലാണ് BJP-ക്ക് അനുകൂലമായ ഒരു സാധ്യത പ്രവചിക്കപ്പെടുന്നത്. മിക്ക റാൻഡമായിട്ട് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മിക്ക ആളുകളും തൃശ്ശൂരും തിരുവനന്തപുരവും BJP-ക്ക് അനുകൂലമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ സാധ്യതയുള്ള 2 മണ്ഡലങ്ങളാണ് ഉള്ളത്, തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ എല്ലാവരും കിഴക്കോട്ട് പോകുമ്പോൾ പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതാണ് കേരളം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് 1977 മനസ്സിലായതാണ്. കാര്യം അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെയുള്ള മിക്ക മോദി വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളും BJP വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളും ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ അവരെല്ലാവരും ജനാധിപത്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്യുക മാത്രമല്ല, തെരഞ്ഞെടുപ്പിലൂടെ അവർ ആരാണോ ജനാധിപത്യ വിരുദ്ധത നടത്തിയത് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കേരളത്തിലെ ആളുകൾ കോൺഗ്രസിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുകയായിരുന്നു അന്ന്. ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന കേരളം അന്ന് അതായത് ജനാധിപത്യ വിരുദ്ധർക്കൊപ്പമായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് വിചാരിച്ച് 20-ൽ 19 സീറ്റും കോൺഗ്രസിന് കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമുക്ക് സാധ്യതയുള്ളത്, BJP-യെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുള്ള 2 സീറ്റുകളാണ്. ഈ 2 സീറ്റുകൾ പറയാൻ കഴിയില്ല, ചിലപ്പോൾ ക്രോസ് വോട്ടിംഗ് ടൈറ്റ് മത്സരം തന്നെ ഈ 2 സീറ്റുകളിലും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ക്രോസ് വോട്ടുകൾ ഉണ്ടായേക്കാം. എങ്കിൽ പോലും സാധ്യത നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഇനി ഒരു 4-5 സീറ്റുകൾ 5 സീറ്റുകൾ പൊതുവെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ, ഇങ്ങനെയുള്ള ഒരു 5 സീറ്റുകളും കൂടെ നമുക്ക് പറയാനുണ്ട്. അവിടെ കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്ന 2 സീറ്റുകളാണ്. ഇപ്പോൾ 5 യൂണിയൻ ടെറിട്ടറീസിൽ കഴിഞ്ഞ തവണ ചണ്ഡീഗഡും പിന്നെ ഡാമൻ ആൻഡ് ഡിയും BJP ആണ് ജയിച്ചത്. ഡാമൻ ആൻഡ് ഡിയിൽ ഇത്തവണയും BJP തന്നെ വിജയിക്കാനാണ് സാധ്യത. സിറ്റിംഗ് MP മത്സരിക്കുന്നു. അത് ഗുജറാത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ആ ഗുജറാത്തി ആ ഒരു വേവ് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വിജയസാധ്യത ഉറപ്പാണ്. പിന്നെ ചണ്ഡീഗഡിൽ ഇത്തവണ ടഫ് ഫൈറ്റാണ്. മനീഷ് തിവാരി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കിരൺ ഖേർ ആയിരുന്നു, അനുപം ഖേറിൻ്റെ ഭാര്യ. പക്ഷേ ഇത്തവണ കിരൺ ഖേർ മത്സരിക്കുന്നില്ല. അതിന് പകരം സഞ്ജയ് ടണ്ടനാണ്. പക്ഷേ സഞ്ജയ് ടണ്ടൻ ലോക്കലി അത്യാവശ്യം നല്ല എല്ലാവരുമായിട്ട് കണക്ടിവിറ്റി ഉള്ള നല്ലൊരു ലീഡറാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. എന്തും സംഭവിക്കും അവിടെ. പിന്നെ എഡീഷണലായിട്ട് ദാദ്ര നഗർ ഹവേലി സീറ്റ് ചിലപ്പോൾ BJP-ക്ക് കിട്ടിയേക്കും. കഴിഞ്ഞ തവണ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം, പിന്നീട് ശിവസേനയിലെത്തി. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ ഭാര്യയാണ് മത്സരിക്കുന്നത്. ഭാര്യ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. അവരാണ് BJP-ക്ക് വേണ്ടി കേൽക്കർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിജയ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഒരു എഡീഷണൽ സീറ്റ് BJP-ക്ക്. അതായത് ചണ്ഡീഗഡ് കൂടി കിട്ടുകയാണെങ്കിൽ 3-ലേക്കും ചണ്ഡീഗഡ് കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ ടാലി, അതായത് 2 സീറ്റുകൾ BJP-ക്ക് അവിടെ ഈ 5 മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ചു. ലക്ഷദ്വീപും ആന്തമാനും ഉണ്ട്. ആന്തമാനിൽ പക്ഷേ BJP നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസും BJP-യും തമ്മിലാണ്. അവിടെ BJP-ക്ക് വിജയ സാധ്യതയുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസാണ് ജയിച്ചത്. ലക്ഷദ്വീപിൽ പിന്നെ BJP-ക്ക് ജയിക്കാനുള്ള സാധ്യതയില്ല. അതെ. ഈ 543 മണ്ഡലങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇതുവരെ. ഇതിൽ എനിക്ക് തോന്നുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പ്രവചനം അനുസരിച്ച്, നമ്മളുടെ ഒരു കണക്കുകൂട്ടലുകൾ, ഇതുവരെയുള്ള വാർത്തകൾ, നമുക്ക് അവിടെ നിന്ന് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ 316 സീറ്റുകളാണ് BJP-ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ നമ്മളറിയാത്ത ഒരു തരംഗം, നിശബ്ദ തരംഗം ഉണ്ടെങ്കിൽ അതൊരിക്കലും, ഈ നിശബ്ദ തരംഗം ഒരിക്കലും BJP-ക്ക് എതിരെയാകാനുള്ള സാധ്യത എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു അങ്ങനെ ചില പ്രാദേശിക വിഷയങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതല്ലാതെ മൊത്തത്തിൽ BJP-ക്കെതിരെ ഒരു തരംഗം ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറയാൻ പറ്റില്ല. പക്ഷേ അനുകൂലമായൊരു തരംഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന പോലെ BJP തന്നെ അധികാരത്തിൽ വരും എന്നുള്ള, അല്ലെങ്കിൽ 400 സീറ്റുകൾ അബ്കി ബാർ 400 പാർ എന്നുള്ള ഒരു മുദ്രാവാക്യവും, അത് NDAയുടെ മുദ്രാവാക്യവും, അപ്പോൾ അതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ വലിയൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൂടിപ്പോയാൽ ഒരു 15 സീറ്റുകൾ പിന്നോട്ടോ അല്ലോ 10-20 സീറ്റുകൾ മുന്നോട്ടോ എന്നുള്ളതാണ്. ഏകദേശം 340-350ലേക്കും ചിലപ്പോൾ BJP എത്തിയേക്കാം. പക്ഷെ നിലവിലത്തെ ഒരു കണക്കനുസരിച്ച് 315 മുതൽ 20, 10 മുതൽ 20 വരെ ആണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും അതിനുശേഷം നമുക്ക് നോക്കുന്നത് സഖ്യകക്ഷികളാണ്. സഖ്യകക്ഷികൾ JDU ഉണ്ട്, JDS ഉണ്ട്, TDP ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര സീറ്റുകൾ, ഏകദേശം ശിവസേന ഷിൻഡെ സഖ്യമുണ്ട്, ഷിൻഡെ
പോവാറുണ്ട്. ഏകദേശം ഒരു കണക്കുകൾ കൂട്ടുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു നിശബ്ദ തരംഗം ഉണ്ട് എങ്കിൽ 400 സീറ്റുകൾ അത്ര ആകുന്നതാണെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കാം, നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കാം. എക്സിറ്റ് പോളുകൾ ജൂൺ 1 വരും. എന്തൊക്കെയാണ് പറയുന്നത്, നമ്മൾ പറയുന്നതിനടുത്ത് വരുന്നു അതോ വലിയ വ്യത്യാസം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഇനി അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ പരിസമാപ്തിയിലേക്കുള്ള ദിവസങ്ങളാണ് വരുന്നത്. കാത്തിരിക്കാം. ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവവും അതിൻ്റെ അവസാനത്തെ എല്ലാം കഴിഞ്ഞിട്ടുള്ള കൂട്ടിക്കിഴക്കലും മറ്റു കാര്യങ്ങളെല്ലാം അതെ, അത് കഴിഞ്ഞിട്ടുള്ള പട്ടാഭിഷേകത്തിനും നമുക്ക് കാത്തിരിക്കാം.